കഴിഞ്ഞ മസാല ദോശ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ വന്നത് ഹിദ് ലുലുവിലേക്കായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഹിദ് ലുലു വിസിറ്റ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഒരു അക്കൂറിയും പിന്നെ അതുപോലെ തന്നെ ഈ ലവ് ബേർഡ്സിനെ ഒക്കെ കാണുന്നത്. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു നമ്മൾ നേരെ പോയത് കിഡ്സ് സ്റ്റേഷനിലായിരുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിലും മിറർ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫിച്ചൊക്കെ മസ്റ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഫിച്ചൊക്കെ എല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് എനിക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ മാമ്പഴം അന്വേഷിച്ച് പോയതായിരുന്നു. പക്ഷെ നമുക്ക് നല്ല മാമ്പഴമൊന്നും കിട്ടിയില്ല. ഷോപ്പിങ്ങിന് വന്ന എൻ്റെ മെയിൻ സ്ട്രഗിൾ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കവർ ഒന്ന് പൊളിച്ചെടുക്കാൻ ഞാൻ പെടുന്ന പാട്. അങ്ങനെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. അവിടെ പോയി ഫുഡ് എല്ലാം കഴിച്ചിട്ട് വൈകിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ മുഹറക്കൊക്കെ ഒന്ന് ചുറ്റി അനിയത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അൻവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നേരെ പോകുന്നത് മുഹറക്കിലുള്ള പാർക്കിലേക്കായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഈന്തപ്പഴമൊക്കെ ഉണ്ടാകുന്ന കണ്ടത്. അൻവർ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ക്ലാസ് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ ഞാൻ തിരിച്ചു പോവുകയില്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു അടിപൊളി സൺസെറ്റ് വ്യൂ എല്ലാം കണ്ട് തിരിച്ച് റൂമിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോകണം. രാത്രി 10 മണിക്ക് തിരിച്ച് ഹോട്ടലിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവർ നമുക്ക് വേണ്ടി ഡിന്നർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, ദാൽ, മട്ടൻ കറി, ചിക്കൻ ഫ്രൈ, സാലഡ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഫുഡ് എല്ലാം കഴിച്ച് വന്നുകൊണ്ട് നമുക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അൻവറിനെ നോക്കിയപ്പോൾ അൻവർ അവിടെ ഇരുന്ന് നല്ല ഫുഡ് അടിയായിരുന്നു കേട്ടോ. പിന്നെ 2 പീസ് കേക്കും ഉണ്ടായിരുന്നു. കേക്ക് ഞാൻ കഴിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതങ്ങനെ തന്നെ ഞാൻ അവിടെ അങ്ങനെ നീണ്ട 18 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഗസ്റ്റിന് ജർമ്മനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാളും കൂടി കടന്നു വന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിട്ടോ. അങ്ങനെ നമ്മളിത് ആ യാത്രയെല്ലാം അയച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. സോ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ്സ്. നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.